സുഹൃത്തുക്കളെ നമസ്കാരം. ഞങ്ങളിന്ന് ലങ്കാവിയിലെ സ്കൈ ബ്രിഡ്ജ് കാണാനാണ് പോകുന്നത്. എൻ്റെ അനന്തരവൻ അഭിരാമാണ് ഇന്ന് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഈ സ്കൈ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഏകദേശം 2000 അടി പൊക്കത്തിൽ 2 മലകളെ തമ്മിൽ യോജിപ്പിച്ചിട്ടുണ്ട് ഒരു 125 മീറ്റർ നീളമുള്ള ഒരു പാലമാണ്. അവിടെ നിന്നാൽ ലങ്കാവിയുടെ മനോഹര കാഴ്ചകൾ കാണാനാകും. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഞങ്ങൾ ഈ സ്കൈ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്ന മലയുടെ ചുവട്ടിലെത്തി വണ്ടി പാർക്ക് ചെയ്തു. നമുക്ക് സ്കൈ ബ്രിഡ്ജിലേക്ക് പോകുവാൻ ഒരു കേബിൾ കാർ സർവീസ് ഉണ്ട്, സ്കൈ ക്യാബ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം ടിക്കറ്റ് എടുക്കണം. പാർക്കിംഗ് സ്പേസിൽ നിന്ന് ടിക്കറ്റ് കൗണ്ടറിലേക്ക് കുറച്ച് ദൂരമുണ്ട്. നടന്നു പോകാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് ആ ബസ് സർവീസ് ഉള്ളത്. അതിൽ കയറിയാൽ നമ്മളെ ടിക്കറ്റ് കൗണ്ടറിന് മുമ്പിൽ കൊണ്ടാക്കും. ഞങ്ങൾ നടന്നാണ് പോയത്. അപ്പോൾ ഈ നടന്നു പോകുമ്പോൾ നമുക്ക് അവിടെ ഓറിയൻ്റൽ വില്ലേജ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ കാണാൻ പറ്റും. അവിടെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഓറിയൻ്റൽ വില്ലേജിലെ കാഴ്ചകളാണ് ഇതൊക്കെ. ഇവിടെ ഹോട്ടലുകളുണ്ട്, സുവനീർ ഷോപ്പുകളുണ്ട്, ചെറിയ ലഘു ഭക്ഷണശാലകളുണ്ട്, അങ്ങനെ പല പല കടകളുമുണ്ട്. ഒരു ലൈവ്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിലെത്തി ടിക്കറ്റ് എടുത്തു. സ്കൈ ക്യാബ്, സ്കൈ ബ്രിഡ്ജ്, അതുപോലെ 3D ആർട്ട് ഗാലറി, സ്കൈ ഡോം, സ്കൈ റക്സ്, ഇത്രയും അട്രാക്ഷൻസ് കാണാൻ പറ്റുന്ന കോംബോ ടിക്കറ്റിന് 90 റിംഗിറ്റാണ് വാങ്ങിച്ചത്. ഞങ്ങൾ അവർ തന്ന ബാൻഡൊക്കെ കയ്യിൽ കെട്ടി നേരെ കേബിൾ കാറിൽ കയറുവാൻ വേണ്ടി പോയി. സ്കൈ ക്യാബ് എന്ന് പറയുന്ന ഒരു കേബിൾ കാറാണ്. സ്കൈ ക്യാബിൽ കയറുവാൻ ചെറിയൊരു ക്യൂ ഉണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ ഇവിടെ ഭയങ്കര തിരക്കാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഭാഗ്യത്തിന് ഇന്ന് വലിയ തിരക്കൊന്നുമില്ല. ഈ ഒരു ഗൊണ്ടോളയിൽ 6 പേർക്ക് കയറാം. അപ്പോൾ ഈ 6 പേരെ കണ്ടോ, ഞാൻ ലൈനായിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പം വരുമ്പോൾ തപ്പെന്ന് കയറുക, അതാണ് നല്ല പരിപാടി. പോവുകയാണ്. നമ്മളെ ഗൊണ്ടോള ഇപ്പോൾ എത്തും. ഗൊണ്ടോളയിൽ കയറാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് എല്ലാവരും. സോ സിസ്റ്റമാറ്റിക്. ഈ വരുന്ന ഒരു ഗ്ലാസ് ബോട്ടം ഗോണ്ടോളയാണ്. ഇതിൽ ഞങ്ങളെ കയറ്റില്ല, കാരണം ഇതിന് പൈസ കൂടുതലാണ്. ഞങ്ങൾ ഇതിനുള്ള ടിക്കറ്റല്ല എടുത്തിരിക്കുന്നത്. ഇത് പ്രീമിയം ടിക്കറ്റ് എടുത്തിട്ടുള്ളവർക്കാണ്. ശ്രീകുട്ടൻ കൈ കാണിച്ചു. എന്നെയും കൂടെ കയറ്റണേ, ഞാനും കൂടെ കയറിക്കോട്ടെ. അപ്പം അങ്ങനെ ഞങ്ങൾ ഒരു ഗൊണ്ടോളക്കകത്ത് കയറി പറ്റി മുകളിലേക്കുള്ള യാത്ര തുടങ്ങി. പിടിച്ചിരുന്നോ? ഇത് സ്പെഷ്യൽ എഡിഷന്. ഡോർ അടയുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ സംശയം. AC ഇല്ല. അപ്പൊ ഞങ്ങളുടെ അടിപൊളി ഒരൊട്ട പോക്കാകട്ടെ. നല്ല ഉയരത്തിലേക്കാണ് പോകുന്നത്. വെന്റിലേഷൻ ഉണ്ട്. നമ്മൾ കാണുന്നില്ല. ഇത് കഴുതയല്ലേ? താഴെ ഇനിയിപ്പോ നമുക്ക് പണ്ട് കുഞ്ചു കിടന്ന് വിളിച്ചാലേ എനിക്ക് പേടിയാണ്. അല്ല, മറ്റേ പണ്ട് ക്രിസ്മസ് പോകുന്ന പണ്ട് കൊച്ചി അതിലും ഭേദം ഇതില് വിളിക്കുന്നതായിരുന്നു.
അത് 3 വയസ്സുള്ള കുഞ്ചു, ഇത് 22 വയസ്സായ കുഞ്ചു. രണ്ടുപേർക്കും വയസ്സായി, പ്രായമായി. 23 വയസ്സായി. ഞങ്ങളാ ചെറുപ്പക്കാർ, 50 വയസ്സിന് പുറത്തുള്ളവരെ ചെറുപ്പക്കാർ. അപ്പുറത്തുള്ളവർ ഇപ്പുറത്തല്ല. ഇപ്പൊ കാണുന്നോ ഇവിടെ കടല്? ഫോട്ടോ എടുക്കാം. എനിക്ക് അങ്ങനെ കണ്ടാ മതി. ഇനി ഇത് ഇങ്ങനെ വിടും. ജോർജ് ഓഫ് ദ ജംഗിൾ ഒക്കെ പോകുന്നത് പോലെ പതുക്കെയാ പോന്നെ. ജോർജ് ഓഫ് ദ ജംഗിൾ, as strong as he can be. ഇതിന്റെ ഇടയിലൊക്കെ എന്തൊക്കെ സാധനങ്ങളാണ്. ജോർജ് കാണും ഇതിന്റെ ഇടയില്. ഇപ്പൊ പോയിന്നൊരു വിളിയൊക്കെ അവിടെ ഇങ്ങനെ ഒരു മരത്തിൽ നിന്ന് മറ്റേ മരത്തിലേക്ക് ചാട്ടം. അത് നമ്മള് ആ പോക്കാ കേട്ടോ, കുത്തനെ ഒരു കേറ്റവാ മലയുടെ സൈഡിൽ കൂടെ. അസാധ്യല്ലേ? ആ സമയത്ത് കാണായിരുന്നു മറ്റേ ഗ്ലാസ്. ഞങ്ങൾ ഇപ്പോൾ ലങ്കാവി കേബിൾ കാറിലാണ്. ഒരു വലിയ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോ ഒന്നും അറിയത്തില്ല, വളരെ സ്ലോ ആയിട്ട് അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും സ്റ്റീപ്പായിട്ടുള്ള കേബിൾ കാറാണിത്. 800 മീറ്റർ മുകളിലേക്കാണ് പോകുന്നത്. അത് ഈ ഒരു ലെവൽ കഴിഞ്ഞാൽ അത് ഭയങ്കര സ്ലോ ആയിട്ടാ കേറുന്നത്. നമ്മൾ പോകുന്ന പോക്ക്, അത് താഴേന്ന് കാണുന്ന ആ പോക്ക്. ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൽ ഒന്ന് കയറാനുള്ള പരിപാടിയുണ്ട്. ഈഗിൾ നെസ്റ്റ് എഞ്ചിനീയറിംഗ് മാർവലാണ്. അടിപൊളി, നോക്ക് ഫോർമേഷൻസ് ഒക്കെ. നമ്മളെ കണ്ട ആ ടവർ പോലത്തെ സ്ഥലം ആ നടുക്ക്, ആ നടുക്കല്ല ഈ നടുക്ക്. ഇവിടെ മിഡിൽ സ്റ്റേഷനിൽ നമുക്ക് ഇറങ്ങണം. എന്നിട്ട് അവിടെ പോയിട്ടാണോ തിരിച്ചു വരുന്നത്? ഇനി സ്റ്റേഷൻ കാണുന്നില്ലല്ലോ. പക്ഷേ ഇല്ല, ഇവിടെ 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 എല്ലാരും ഇറങ്ങി. ഓക്കെ, എല്ലാവർക്കും ജോയിൻ ചെയ്യാം, എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ബാ, ഓൾ ടുഗദർ, ഓൾ ടുഗദർ, ഓൾ ടുഗദർ. 1 2 3 1 2 3. താങ്ക് യു. തിരിച്ചു വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ഗ്രൂപ്പ് ഫോട്ടോ അവരുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കാം. ഞങ്ങളിപ്പോൾ മിഡിൽ സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെയാണ് ഈഗിൾ നെസ്റ്റ് സ്കൈ വാക്ക് എന്ന ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. അതിൽ കയറുവാൻ നമുക്ക് 50 റിംഗിറ്റാണ് ഫീസ്. ഞങ്ങളതിൽ കയറിയില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ലങ്കാവിയുടെ മനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയും. ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നല്ല കാഴ്ചകൾ കാണാം. ഇവിടെ നിന്നാണ് ഈ സ്കൈ വാക്കിലേക്ക് കയറി പോകുന്ന ഗ്ലാസ് ബ്രിഡ്ജിലേക്ക്. അങ്ങാകലെ കാണുന്നതാണ് സ്കൈ ബ്രിഡ്ജ്. ഇനി ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണം. അതിന് ഇനി വീണ്ടും ഒരു കേബിൾ കാറിൽ കയറി വേണം പോകുവാൻ. ഞങ്ങൾ മിഡിൽ സ്റ്റേഷനിൽ നിന്നും വീണ്ടും കേബിൾ കാറിൽ കയറി ടോപ്പ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അവിടെ ഇറങ്ങി വേണം സ്കൈ ബ്രിഡ്ജിലേക്ക് പോകുവാൻ. അങ്ങനെ ഞങ്ങൾ സ്കൈ വാക്കിൻ്റെ ഗൊണ്ടോള സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഇറങ്ങി. അപ്പോൾ ഇവിടെ അന്തരീക്ഷം വളരെ തണുത്തിരിക്കുകയാണ്. മിഞ്ച് അവിടെ കയറിയിട്ട് എടുക്കണമായിരിക്കും കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് താഴെയാണ് സ്കൈ ബ്രിഡ്ജ് ഉള്ളത്. അങ്ങോട്ട് പടികൾ ഇറങ്ങി പോകാം. അഥവാ പടികൾ ഇറങ്ങിപ്പോകാൻ വയ്യെന്നുണ്ടെങ്കിൽ സ്കൈ ഗ്ലൈഡ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഈ സ്കൈ ഗ്ലൈഡാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കയറുവാൻ നല്ല ക്യൂ ഉണ്ട്. അപ്പോൾ ഞങ്ങളിൽ 4 പേര് സ്കൈ ഗ്ലൈഡിലാണ് പോകുന്നത്. ഞങ്ങൾ പടി ഇറങ്ങി പോവുകയാണ്. എല്ലാവരും തന്നെ ഇറങ്ങിയാണ് പോകുന്നത്. 4 പേരൊഴിച്ച് എല്ലാവരും ഇറങ്ങുന്നു. 8 പേരും ഇറങ്ങുകയാണ്. So what?
ഇവിടെ എന്തുണ്ട്? ലെഗൻഡ് ഓഫ് മൗ സം ലെഗൻഡ്. നമ്മളങ്ങനെ സ്റ്റെപ്പുകൾ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേയേറെ പടികൾ താഴേക്ക് ഇറങ്ങിയതിന് ശേഷം കുറച്ച് പടികൾ മുകളിലേക്ക് കയറുവാനുമുണ്ട്. ഞങ്ങൾ ആ പടികൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്കൈ ബ്രിഡ്ജിൻ്റെ ഏരിയയിലെത്തിയിരിക്കുകയാണ്. അപ്പം ആ സ്കൈ ഗ്ലൈഡ് എന്ന് പറയുന്ന പരിപാടിയിൽ വരുന്നവരെ കാത്തി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇതാണ് സ്കൈ ബ്രിഡ്ജ്. ഇവിടെ നിന്ന് സൂപ്പർ വ്യൂ കിട്ടേണ്ടതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഭയങ്കര ക്ലൗഡിയാണ്. നല്ല ക്ലൗഡ്, മേഘം കയറി വരുന്നു. ക്ലൗഡ് കാരണം നമ്മളെ വ്യൂ എല്ലാം പോയി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലങ്കാവി സ്കൈ ബ്രിഡ്ജിൽ കൂടെ നടക്കുകയാണ്. അതെ, സ്കൈ ബ്രിഡ്ജ് അഗാധ ഗർത്തമാണ്. പോയാൽ പിന്നെ പോയി. അവരവിടെ ക്യൂ നിൽക്കുന്നേ ഉള്ളൂ. അവർക്ക് വണ്ടി കിട്ടിയില്ല ഇതുവരെ. യെസ് പ്ലീസ്, നമുക്ക് അവിടെ പോയി വെയിറ്റ് ചെയ്യാം. ഇവിടെ നടക്കിങ്ങനെ നിൽക്കണ്ട. അതെ, ഇതാണ് സ്കൈ ബ്രിഡ്ജ്. പക്ഷേ ഇന്ന് വളരെയധികം ക്ലൗഡിയാണ് ഇന്ന്. അതെ, വെയിലാണെങ്കിൽ നമ്മൾ പൊരിഞ്ഞേനെ. പക്ഷേ വെയിലല്ലാത്തുണ്ട്. പക്ഷേ ഇവിടെ വളരെ ശ്രദ്ധിച്ച് പോകണം. ഇവിടെയുണ്ട് ഗ്ലാസ് കേട്ടോ. ആ ഗ്ലാസ്സിൽ കയറിപ്പോൾ ധൈര്യമുള്ള ആരുണ്ട്? ഓ, അങ്ങനെ എഴുതിയിട്ടുണ്ടോ? പ്ലീസ് ടേക്ക് ഓഫ് യുവർ ഷൂസ്. വണ്ടർഫുൾ. ഷൂസ് ഇട്ട് ചെരുപ്പിട്ട് കയറാൻ പാടില്ല. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്ന ഒരു എഫക്റ്റാ. പ്ലീസ് ടേക്ക് ഓഫ് യുവർ ഷൂസ്. സിത്ത തങ്കളൊക്കെ നിങ്ങൾക്ക് അസുഖാന്ത. അത് എനിക്കറിയാം ഈ ഭാഷ. സീല തങ്കളാഖാൻ കസൂട്ടാന്ത എന്നുവെച്ചാൽ ഷൂസ് ഇട്ട് കയറരുത്. ഞങ്ങൾ ബ്രിഡ്ജിൻ്റെ മറ്റേ എൻഡിൽ എത്താറായി. ധാരാളം ഫോറിൻ ടൂറിസ്റ്റുകൾ ഇവിടെയൊക്കെ വരുന്നുണ്ട്. 16 മാസം കൊണ്ട് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു. വാവ്, 16 months. ഇത്രയും മാസീവായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാൻ എടുത്തത് കേവലം 16 മാസം മാത്രം. അതാണ് ലോകത്തിലെ ഏറ്റവും സ്റ്റീപ്പായിട്ടുള്ള കേബിൾ കാർ. ഈ സിസ്റ്റം മൊത്തം ഉണ്ടാക്കിയെടുത്തത് വെറും 16 മാസങ്ങൾ കൊണ്ട് മാത്രം. മലേഷ്യയുടെ കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ വൈദഗ്ധ്യം നമുക്കിവിടെ നിന്ന് കാണാം. താഴെ നിന്ന് കെട്ടിപ്പൊക്കിയിട്ടുള്ള ഈ ഉരുക്ക് തൂണിൽ ഘടിപ്പിച്ചിരിക്കുന്ന വലിയ ഉരുക്ക് കമ്പികളിലാണ് ഈ ബ്രിഡ്ജിനെ തൂക്കിയിട്ടിരിക്കുന്നത്. വലിയൊരു കൺസ്ട്രക്ഷൻ വിസ്മയം തന്നെയാണ് ഈ പാലം. സ്കൈ ഗ്ലൈഡിൽ വന്നവർ ഇപ്പോഴാണ് എത്തിയത്. അവർക്ക് കുറേ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഒരു സ്കൈ ഗ്ലൈഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പലപ്പോഴും തിരക്കുള്ളപ്പോൾ കുറേ വെയിറ്റ് ചെയ്യേണ്ടി വരും.
സ്കൈ ഗ്ലൈഡിൽ വരാൻ അഡീഷണൽ 20 റിങ്കിറ്റ് കൊടുക്കുകയും വേണം. മെഡിറ്റേറ്റിംഗ് ഇപ്പം മൂടലൊക്കെ മാറി, അത്യാവശ്യം ദൃശ്യങ്ങൾ കിട്ടിത്തുടങ്ങി. ഞങ്ങൾ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത സമയത്ത് ഇവിടുത്തെ മൂടൽ മാറി. സ്കൈ ബ്രിഡ്ജിൽ നിന്ന് വണ്ടർഫുൾ വ്യൂസ് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. സൂപ്പർ വ്യൂസ് ഫ്രം സ്കൈ ബ്രിഡ്ജ്. ഞങ്ങൾ സ്കൈ ബ്രിഡ്ജിൽ ചുറ്റിക്കറങ്ങിയ ശേഷം താഴേക്ക് തിരിച്ചു പോകുവാൻ ഗൊണ്ടോളയിൽ കയറിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് മിഡിൽ സ്റ്റേഷനിൽ ഇറങ്ങണ്ട, നേരെ താഴേക്ക് തന്നെ ഞങ്ങൾ സ്കൈ ബ്രിഡ്ജ് കണ്ടിറങ്ങി ഇവിടെ തന്നെയുള്ള ഒരു കാശ്മീരി റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുകയാണ്. സ്കൈ ബ്രിഡ്ജിലൊക്കെ കയറി ഇറങ്ങി വന്നപ്പോൾ എല്ലാവരുടെയും വയറ്റിൽ നിന്ന് പുക വരാൻ തുടങ്ങി. അതുകൊണ്ട് ഉടനെ തന്നെ കണ്ട റെസ്റ്റോറൻറ്റിൽ ഇടിച്ച് കയറി. കാശ്മീരി റെസ്റ്റോറൻറ്റ്. ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ 3D ആർട്ട് ഗ്യാലറി സന്ദർശിക്കാനാണ് പോയത്. അതൊരു അത്ഭുത ലോകം തന്നെയാണ്. ഇവിടെ ഇങ്ങനെ വളരെ റിയലിസ്റ്റിക്കായുള്ള 3D മോഡലുള്ള ചിത്രങ്ങളുണ്ട്. അവർ അടയാളപ്പെടുത്തിയിരിക്കുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന ചിത്രങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഞങ്ങളവിടെ ഒരു 1.5 മണിക്കൂർ ചിലവിട്ട് കാണും. ധാരാളം ഫോട്ടോകളെടുത്തു. വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു ഈ 3D ആർട്ട് മ്യൂസിയത്തിൻ്റേത്. ഞങ്ങൾ സ്കൈ ബ്രിഡ്ജ് സന്ദർശനത്തിന് ശേഷം തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീരാഗാണ് വണ്ടി ഓടിക്കുന്നത്. ഇന്ന് ഞങ്ങൾ കുറച്ച് നേരത്തെ മടങ്ങുകയാണ്. കാരണം നാളെ ഞങ്ങൾ ലങ്കാവിയിൽ നിന്നും രാവിലെ പെനാങ്ങിലേക്ക് പറക്കുകയാണ്. അപ്പോൾ തിരിച്ച് എന്നിട്ട് നമുക്ക് പാക്കിങ്ങും എല്ലാം ഉണ്ട്. മാത്രമല്ല എല്ലാവരും ടയേർഡായിട്ടുണ്ട്. അതിനാൽ ഇന്ന് ഞങ്ങൾ കൂടുതൽ സന്ദർശനങ്ങൾക്ക് നിൽക്കാതെ ഹോട്ടലിലേക്ക് മടങ്ങും. ഡിന്നർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യാത്രയിലെ ലങ്കാവിയിലെ അവസാനത്തെ അത്താഴമാണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ നാളെ ഒരു 8:30 ആകുമ്പോൾ ചെക്കൗട്ട് ചെയ്ത് എയർപോർട്ടിലേക്ക് പോകണം. 10:30 ഞങ്ങളുടെ ഫ്ലൈറ്റ്. എയർപോർട്ടിലെത്തി വണ്ടി തിരിച്ചേൽപ്പിക്കണം. എന്നിട്ട് 10:30 ഫ്ലൈറ്റ് 11:30 പെനാങ്ങിലെത്തും. ഇനി 2 ദിവസം പെനാങ്ങിൽ കറങ്ങണം. അപ്പോൾ പെനാങ്ങിലെ കാഴ്ചകളുമായി ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി കാണുന്നതുവരേക്കും ബൈ ബൈ.